ഒരു സൺഡേ ആയതുകൊണ്ടും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന മഴ കുറവായതുകൊണ്ടും ഞങ്ങൾ വിചാരിച്ചു ഒരു ചെറിയ ട്രിപ്പ് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി. ഒരു 2:45 ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്നിറങ്ങി. പോകുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കി. എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് അറിയണ്ടേ? അഞ്ചലിൽ ചണ്ണപ്പേട്ട പോകുന്ന റൂട്ടിൽ കുടുക്കുത്തുപാറ എന്ന് പറയുന്നൊരു പാറയുണ്ട്. അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തു. 2 പേർക്കും വണ്ടിക്കും കൂടി 75 രൂപയാണ് പാസ്. അകത്തേക്ക് ഏകദേശം 1 കിലോമീറ്റർ വണ്ടിയിൽ പോകാനുണ്ട്. അവിടെ ചെന്ന് പാറയുടെ എൻട്രി തുടങ്ങുന്നിടത്ത് ചേട്ടനോട് ചോദിച്ച്, എത്ര സമയം എടുക്കും ചേട്ടാ? അത് നിങ്ങൾ കയറുന്ന പോലെ എന്ന് പുള്ളി പറഞ്ഞു. 350 പടിയുണ്ടേ കയറാൻ. അങ്ങനെ എഴഞ്ഞും വീണും നടന്നും ഓടി എല്ലാം ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 10-15 മിനിറ്റിനകത്ത് പാറയുടെ ടോപ്പിലെത്തി. അത്യാവശ്യം നല്ല കാലുവേദന ഉണ്ടായിരുന്നു. ഒരു 10-20 സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്ക് നല്ല പോലെ കാലുവേദന എടുത്ത്. എങ്കിലും സാരമില്ല, ഞങ്ങൾ ഷടപടയെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ടോപ്പിലേക്ക് വെച്ച് പിടിച്ചു. മുകളിൽ ചെന്നപ്പോൾ അവിടുത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. എന്ത് കാറ്റാണെന്നോ, നല്ല തണുത്ത കാറ്റും അവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണാവുന്ന കാഴ്ചയും വളരെ മനോഹരമായിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് പെട്ടെന്ന് മഴച്ചേട്ടൻ്റെ ഒരു വരവ്. താഴേന്ന് മുകളിലോട്ട് കയറി വരുന്ന വഴിക്ക് നല്ല കോടയായിരുന്നു. കാരണം 2-3 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മഴയായതുകൊണ്ടായിരിക്കാം നല്ല തണുപ്പും നല്ല കോടയുമായിരുന്നു. അങ്ങനെ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി. ഈ പാറയുടെ മണ്ടയ്ക്ക് നിന്ന് മഴയൊക്കെ പെയ്യുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നോ. ആ താഴെ കാണുന്ന കെട്ടിടമില്ലേ, നമ്മൾ കുടുക്കുത്തുപാറയുടെ എൻട്രൻസിൻ്റെ അവിടെയുള്ള കെട്ടിടമാണ്. എന്ത് ദൂരെയാണത് കാണുന്നത്. അങ്ങനെ നിന്നപ്പോഴാണ് മഴയുടെ ഭാഗമായിട്ട് മഴവില്ലും എത്തിയത്. നല്ല ഭംഗിയായിരുന്നു. അത്യാവശ്യം ആർച്ച് പോലെ കണ്ടു. അങ്ങനെ ഏകദേശം അരമണിക്കൂർ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ താഴോട്ട് തിരിച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരികെ വീട്ടിലേക്ക്. തിരിച്ചു വന്നത് പോയ വഴിയല്ല കേട്ടോ. കുറച്ച് ഡ്രൈവൊക്കെ ചെയ്ത് പുനലൂർ, കുന്നിക്കോട് ആ റൂട്ട് വഴി കിഴക്കിത്തിരി വരാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പള്ളിമുക്കെത്തി. തിരികെ വന്നപ്പോൾ തണുപ്പൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ പതുക്കെ വീട്ടിലെത്തി. അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ ചെറിയൊരു യാത്ര.